രാത്രി തിരക്ക് കുറവായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ കൊട്ടിയൂർ പോയതായിരുന്നു. കേളകം ടൗണിന്റെ അടുത്ത് എത്തിയപ്പോൾ തൊട്ട് നല്ല ബ്ലോക്ക് കിട്ടി. അതോടുകൂടി കൊട്ടിയൂർ ഇനി ഏകദേശം എത്രമാത്രം തിരക്കുണ്ടാവുന്നു അന്നേരം തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. കൊട്ടിയൂർ എത്തിയപ്പോഴാവട്ടെ എല്ലാ പാർക്കിംഗ് ഏരിയയിലും അത്യാവശ്യം നല്ല ചളിയുണ്ട്. അങ്ങനെ ചളി കുറവുള്ളൊരു പാർക്കിംഗ് നോക്കിയിട്ട് ഞങ്ങൾ വണ്ടി വെച്ചു. കിഴക്കേ നടവഴിയായിരുന്നു ഞങ്ങൾ കയറിയത്. പുഴക്കരയൊക്കെ കടന്ന് പാലം കയറി ഇറങ്ങി നോക്കുമ്പോൾ നല്ല മഴ പെയ്യുന്നത് കൊണ്ട് പുഴയൊക്കെ നല്ലോണം കവിഞ്ഞൊഴുകുന്നുണ്ട്. ഞാനതിൽ കാലൊക്കെ കഴുകി അക്കരയ്ക്ക് ഇങ്ങനെ നടന്നു. അക്കരയ്ക്ക് കാലെടുത്ത് വച്ചതും അതുവരെ പെയ്യാത്ത മഴ ഷടപടേന്ന് പറഞ്ഞ് എവിടെ നിന്നൊക്കെയോ പെയ്തു. അതാണ് ഞങ്ങളുടെ ഐശ്വര്യം. കുറെ മഴ കൊണ്ട് നടന്ന് അവസാനം ഞങ്ങൾക്കൊരു ഷെൽട്ടർ കിട്ടി, വഴിപാട് കൗണ്ടർ. അങ്ങനെ അവിടെ കയറി. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോ ലൈറ്റിന്റെ എഫക്റ്റിൽ മുന്നോട്ടേക്കൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവന്റെ ഫ്രണ്ടിന്റെ കയ്യിലൊരു കോട്ടുള്ളത് കൊണ്ട് ഇവൻ അതെടുത്തിട്ടിട്ട് മുന്നോട്ടൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാന്ന് പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ എന്നെ പോസ്റ്റ് ആക്കിയിട്ട് അവൻ നൈസായി പോയി. ഇനി അവൻ തിരിച്ചു വരുന്നതും മഴ ചോരുന്നതും നോക്കി ഞാൻ ഇങ്ങനെ കാത്തിരിക്കട്ടെ. ചോരുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല, മഴ കൂടി വരുന്നേ. അങ്ങനെ മഴക്കോട്ടിട്ട് പോയവൻ അതേ സ്പീഡിൽ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. മുഴുവൻ നനഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവൻ എന്തിനാ ഈ കോട്ടിട്ടെന്നാ എനിക്ക് മനസ്സിലാവാം. പോയി വന്നിട്ട് ഇവൻ പറഞ്ഞു മഴക്കോട്ടിട്ട് പ്രദക്ഷിണം ചെയ്യാൻ സമ്മതിക്കൂല. അപ്പൊ ഇനി മഴ ചോർന്നിട്ട് പുറത്തിറങ്ങിയിട്ടേ കാര്യമുള്ളൂ. ഇനി രാത്രിയുള്ള കൊട്ടിയൂര് വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ അടുത്ത പാർട്ടിലിടാം. ബൈ ഗൈസ്.